ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ എൻ്റെ മുൻ അനുഭവത്തിൻ്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത്. പിന്നെ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടിയായിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ 4 പേരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. 1-ാം പ്രതി ആൻഡോ ജോസഫ് പ്രസിഡന്റാണ്, 2-ാം പ്രതി സെക്രട്ടറിയാണ് ബി രാകേഷ്. വരണാധികാരി ഇല്ല, അതൊരാളല്ലേ ഉള്ളൂ, അത് പുറത്തുനിന്നുള്ള വ്യക്തിയാണ് വരണാധികാരി. ഞാൻ പറയുന്നത് ഭരണാധികാരികളെ കുറിച്ചാണ്, ഇവിടുത്തെ അസോസിയേഷൻ ഭരണാധികാരികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അസോസിയേഷൻ്റെ ഇപ്പോൾ ഇലക്ഷൻ ഭരണാധികാരി എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണ്, ഒരു അഡ്വക്കേറ്റാണ്. തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടമല്ല. സ്ത്രീകൾക്ക് എൻ്റെ കൂടെ തന്നെ ഇപ്പം മറ്റൊരു സ്ത്രീ നിർമ്മാതാവും കൂടെ ഉണ്ട്. ഇവിടെ സ്ത്രീ നിർമ്മാതാക്കൾക്കെന്നല്ല, സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന കുറച്ച് പേരുടെ ഒരു 10-15 പേരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു അസോസിയേഷനാണിത്. ഇവിടെ മാറ്റങ്ങൾ വരണം. ഏത് സ്ഥലത്താണെങ്കിലും കുറച്ച് പേര് അത് കൈയടക്കി വെച്ച് കഴിഞ്ഞാൽ അത് മുരടിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാ സംഘടനകളിൽ നിന്നും താഴെയാണ് നിൽക്കുന്നത്. അത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത് ഇപ്പോൾ ഇരിക്കുന്ന ഭരണാധികാരികളാണ്. അവിടെ മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക്, ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാറ്റം വരുമ്പോൾ അത് പരോക്ഷമായി മുഴുവൻ ഇൻഡസ്ട്രിയുമായാണ് ബാധിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇപ്പം ഞാൻ ഇലക്ഷന് ഈ മത്സരിക്കുന്ന വേളയിൽ ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട്. മാത്രവുമല്ല നമ്മളൊരു പാനലായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുന്നത്. ഇത് മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. അത് എല്ലാവർക്കും, ഇത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് ഇവിടെ ഒരു മാറ്റം വരണം എന്നുള്ളത്. പാനലിൽ ഇപ്പോൾ അതൊക്കെ അറിഞ്ഞാൽ പോരെ. അത് എൻ്റെ പേര് നിർദ്ദേശിച്ചേക്കുന്നത് എൻ്റെ ഫാദർ, ഇവിടുത്തെ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. 2ാമത് ചെയ്തിരിക്കുന്നത് ഷീല ചേച്ചിയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് വരാൻ വേണ്ടി ഈ വസ്ത്രം ചൂസ്, അത് ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇരിക്കുന്ന അസോസിയേഷനിലേക്ക് വരാൻ ഇത് ചൂസ് ചെയ്തു എന്നുള്ള മാത്രമേ ഉള്ളൂ. അവർ തുടരില്ല, അതിൽ മാറ്റമുണ്ടാവും. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന നട്ടലുള്ളവരാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള മെമ്പേഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയില്ല, ഇത് അങ്ങനെ ഒരു മതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല. ഇത് ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പോൾ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ്. അപ്പോൾ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ്. അപ്പോൾ അത് ഒരു മതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ്, സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ഏറ്റവും ഉചിതമായ വസ്ത്രമായതുകൊണ്ടാണ് ഞാൻ അതിന് അല്ല, വേറെയും ആൾക്കാരുണ്ട്. ഇപ്പം ഷീല ചേച്ചി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ വേറെയും ആൾക്കാർ, സ്ത്രീകൾ വരും. പലർക്കും ഭയമാണ്, ഭയത്തിൽ തന്നെ പലർക്കും പുറത്തേക്ക് വന്ന് സംസാരിക്കാനും ഭയമാണ്. അത് അവർ വരുമ്പം അറിയാലോ, 3-4 പേരുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അത് അവർ വരുമ്പോ അറിയാം. അന്നൊരു വനിത ഉണ്ടായിരുന്നു, വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് എക്സിക്യൂട്ടീവ് മെമ്പറിൽ ഒരു വനിത ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ സാന്ദ്ര ബന്ധം, അന്നൊന്നും ആ വനിതാ മെമ്പറിനടുത്ത് സാന്ദ്ര ഇതിനെക്കുറിച്ച് സംസാരിക്കുക, അവരിൽ ഒരു പിന്തുണ ലഭിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞു എൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. ഞാൻ കാര്യം അവർക്ക് പാരമ്പര്യമായിട്ട് പത്രിക സമർപ്പിക്കാനാണ് സാന്ദ്ര പർദ്ദയിട്ടെത്തിയത്. അതൊരു പ്രതിഷേധ സൂചകമാണ്. നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ ആ രീതിയിലുള്ള ആരോപണങ്ങൾ, പരാതികൾ സാന്ദ്ര ഉയർത്തിയിരുന്നു. അപ്പോൾ അതിലുള്ള പ്രതിഷേധ സൂചകമായി പർദ്ദയിട്ട് എത്തി.